ഏവർക്കും ഒരിക്കൽ കൂടി അബീഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. സ്ത്രീകൾ തീർച്ചയായിട്ടും നിർബന്ധമാക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ജീവന് വളരെയധികം ആപത്താണ്. സ്ഥാനാർബുദം ഇന്നത്തെ കാലത്ത് ഒരു നിത്യവാക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും രോഗാവസ്ഥകൾ ഗുരുതരമാകുമ്പോഴാണ് പലരും ചികിത്സയെ കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നത് തന്നെ. അത്യന്തം ഗൗരവത്തോടെയും അപകടത്തോടെയും കാണേണ്ട ഒന്ന് തന്നെയാണ് അർബുദം. എന്നാൽ ചില അവസരങ്ങളിൽ രോഗനിർണയം ശരിയായ രീതിയിൽ നടക്കാത്തത് അപകടകരമായ അവസ്ഥയിലേക്കും ചിലപ്പോൾ ജീവൻ വരെ നഷ്ടമാകുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേരാറുണ്ട്. കഴിഞ്ഞ ദിവസം വനിതാ ദിനമായിരുന്നു. ഈ വനിതാ ദിനത്തിൽ സ്ത്രീകൾ ചിന്തിക്കേണ്ടത് സ്വന്തം ആരോഗ്യത്തെ പറ്റിയാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിച്ചും വ്യാകുലപ്പെടുന്നവർ സ്വന്തം ആരോഗ്യത്തെയും സ്ഥിതിയെയും കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അത്രയധികം ഗൗരവകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർബുദം ബാധിക്കുന്ന സ്ത്രീകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ അറിഞ്ഞിരിക്കണം? എന്തൊക്കെ കരുതൽ വേണം എന്നതിനെ കുറിച്ച് ഡോക്ടർ ജയസൂര്യ MBBS MD എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ സ്ഥാനാർബുദം ബാധിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ സ്ഥാനാർബുദം ബാധിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണെന്ന് നമുക്കറിയാം. അതിന് പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. അസ്വാഭാവികമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുന്നത്, പുകവലി, മദ്യപാനം ഇവയൊക്കെ സ്ഥാനാർബുദത്തിന് കാരണമാകുന്നുണ്ട്. കൂടാതെ തന്നെ പരിസ്ഥിതി മലിനീകരണവും രാസവസ്തുക്കളുടെ ഉപയോഗവും ഒക്കെ സ്ഥാനാർബുദത്തിന് കാരണമാകുന്നുണ്ട്. ഗർഭനിരോധന മരുന്നുകൾ, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇവയൊക്കെ സ്ഥാനാർബുദം ഉണ്ടാക്കുന്നവ തന്നെയാണ്. കൂടാതെ പൊണ്ണത്തടി ഉള്ളവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. ഈ ഘടനയും കേരളത്തിൽ സ്ഥാനാർബുദം കൂടി വരുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ആദ്യത്തെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനാർബുദത്തിന്റെ എണ്ണം നാൾക്കുനാൾ കൂടിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ഇതിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് മാറിടങ്ങളിൽ ചെറിയ മുഴകൾ ഉണ്ടാവുന്നതിനെയാണ്. ഇത് ചില അവസരങ്ങളിൽ വേദന ഉള്ളതും ആകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ തന്നെ മാറിടങ്ങളുടെ ആകൃതിയോ വലിപ്പത്തിലോ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് കൂടാതെ ചില ആൾക്കാരിൽ മാറിടങ്ങളുടെ പുറം ഭാഗത്ത് നിറവ്യത്യാസം ഉണ്ടാവാം. അതിൽ തന്നെ ഓറഞ്ച് നിറത്തിൽ കാണുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലരിൽ പ്രകടമായ ലക്ഷണങ്ങൾ മുലക്കണ്ണിൽ നിന്ന് സ്രവങ്ങൾ വരുന്നതിനും സാധ്യതയുണ്ട്. 2ഉം 3ഉം സ്റ്റേജിലെത്തിയതിനു ശേഷമാണ് പലരും രോഗം നിർണയിക്കപ്പെടുന്നത്. ഇത് ചികിത്സയെ എത്രത്തോളം ബാധിക്കുമെന്ന് നോക്കാം. 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാവരും മാസത്തിൽ ഒരു തവണയെങ്കിലും നിർബന്ധമായും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്തിരിക്കണം. കുളിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് യഥാക്രമം സ്വയം പരിശോധന നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും ചെറിയ മുഴകൾ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ സംശയകരമായ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ക്യാൻസർ ഉള്ള ആൾക്കാർ ആണെങ്കിൽ നമ്മൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്ത് സ്ഥാനാർബുദം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രധാനമാണ്. രോഗാവസ്ഥയെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ടത് എത്രയും വേഗം രോഗനിർണയം എന്നതാണ് ആദ്യഘട്ടം. സ്ഥാനാർബുദത്തിന്റെ ചികിത്സ നടത്തുമ്പോൾ ഏത് ഘട്ടത്തിലാണ് നമ്മൾ അസുഖം കണ്ടുപിടിക്കുന്നത് എന്നതിനെ അനുസരിച്ച് വ്യത്യസ്തപ്പെടാം. പ്രധാനമായുള്ള ചികിത്സാ രീതി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അസുഖം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ മുഴുവൻ മാത്രമായി എടുത്തു മാറ്റുന്ന ലിംഫോക്ടമി എന്ന ചികിത്സ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അസുഖം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ സ്ഥാനം പൂർണ്ണമായി മാറ്റേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതോടൊപ്പം തന്നെ കഴലുകൾ നീക്കം ചെയ്യേണ്ടതായും വന്നേക്കാം. ഇതുകൂടാതെ കീമോതെറാപ്പി ചെയ്യേണ്ടതായും വരും. റേഡിയേഷൻ തെറാപ്പി, ഹോർമോൺ തെറാപ്പി തുടങ്ങിയ ചികിത്സാ രീതികളും ഇപ്പോൾ ലഭ്യമാണ്. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.